ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളിയായിട്ട് പോകുന്നില്ലേ കാര്യങ്ങളൊക്കെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. ഞാൻ ഇന്ന് എത്തിയേക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോയും അതുപോലെ എൻ്റെ കുറച്ച് സ്കിൻ കെയറിന്റെ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനും വേണ്ടിയാണ്. ഞാൻ സ്കിൻ കെയറിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആളാണ്. കുറച്ച് നാളുകളായിട്ട്, കുറച്ച് നാളല്ല കുറച്ച് വർഷങ്ങളായി ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിച്ച് പോകുന്ന ആളാണ്. പക്ഷെ ഞാൻ മേക്കപ്പിന് അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ല. മേക്കപ്പ് ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്ക് അതിനോട് ഇഷ്ടക്കേടുമില്ല. മേക്കപ്പ് ചെയ്യുന്നവരോട് ഒരു പ്രോബ്ലം ഇല്ല, കാണാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പുരികം, അതുപോലെ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഐബ്രോ പെൻസിൽ, അതുപോലെ ഐലൈനർ, ലിപ്സ്റ്റിക്ക്. ഇത് മൂന്നും മാത്രമാണ് ഞാൻ മേക്കപ്പ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഉള്ള രീതിയിൽ കൺസീലർ, ഫൗണ്ടേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാത്തത് എനിക്കിപ്പോൾ ഇഷ്ടമല്ല. ഇപ്പോൾ ഈ ഒരു പ്രസന്റ്ലി ഇപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്കത് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. എനിക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ടൈം ഞാൻ അതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങും. പക്ഷെ ഞാൻ സ്കിൻ കെയറിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആളാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ സ്കിൻ കെയറിൽ കൂടുതലും എന്തൊക്കെയാണ് വേണ്ടത്, എൻ്റെ സ്കിന്നിന് വേണ്ടതനുസരിച്ചിട്ട് ഞാനത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ കുറേ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നില്ല. കൂടുതലും ഞാൻ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ സ്കിന്നിന് എന്താണ്, ഇങ്ങനത്തെ ടൈപ്പ് സ്കിന്നാണ്, അതിന് എങ്ങനെ വേണം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കൂടുതലും പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തത്. കൂടുതലും അങ്ങനെയാണ്, അല്ലാത്ത കുറച്ച് പ്രൊഡക്റ്റുകളും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളെ കാണിക്കാനുള്ളത്, എനിക്ക് കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുള്ള 2 ദിവസമായി വരാം. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും വന്നിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നത്. അപ്പോൾ പിന്നെ അതും കൂടി വന്നിട്ട് അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഷൻ ക്രീം. ആക്നെ മോയ്സ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരിടെ നന്നായിട്ട് പിമ്പിൾസും ആക്നെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതാണ്. അപ്പോൾ അതുവരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസേഷൻ ക്രീമായിരുന്നു. അത് നല്ലതാണെന്നുള്ള റിവ്യൂ ഒക്കെ കേട്ടിട്ടാണ് അത് യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് എന്ത് റീസൺ കൊണ്ട് എനിക്ക് കുറേ ഫേസിലൊക്കെ പിമ്പിൾസും ആക്നെയൊക്കെ വന്നു. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തതിന് കൊണ്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് അത്രയും പിമ്പിൾസും കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അഹാഗ്ലോവിൻ്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഈ കളർ അല്ലായിരുന്നു, ഒരു ബ്രൗൺ കളറായിരുന്നു മുമ്പ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട്, പിന്നെ കുറച്ച് മാസങ്ങളായിട്ട് പിന്നെ ഈ ഒരു കളറിലാണ് വരുന്നത്. ഇതും എനിക്ക് ഇതുപോലെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ്. നല്ലൊരു ഫേസ് വാഷാണ്. കുറെ എനിക്ക് സ്കിന്നിന് ഭയങ്കര എന്താ വെച്ചാൽ ഇവിടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കുറെ പോകുന്ന പോലെയും ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നതെന്ന് പറയില്ല, വേറെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ ഇത് കഴിഞ്ഞ ദിവസം തന്നെ വന്നാണ്, ഞാനത് അൺബോക്സ് ചെയ്തു. ഇപ്പം എനിക്ക് വേറെ സൺസ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇത് ഡെർമയുടെ ഹൈറലോണിക് സൺസ്ക്രീൻ അക്വാ ജെല്ലാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങുന്നതാണ്. എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് ഫോട്ടോസ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അത് കുറച്ച് റേറ്റ് ഉണ്ട്, 1000-ന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു റേറ്റ്. അപ്പോൾ എനിക്ക് എപ്പോഴും അത് വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വേറെ ഒരെണ്ണം കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ വാങ്ങിയാണ്. ഇതിപ്പോൾ ഞാൻ 2 ദിവസമായിട്ടില്ലേ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ സ്കിന്നിന് യൂസ് ചെയ്യുന്ന വേറൊരു സാധനം എന്ന് പറയുന്നത് നയാസിനമൈഡിന്റെ ഡെർമയുടെ നയാസിനമൈഡ് 10% നയാസിനമൈഡ് ഫേസ് സിറാണ്. ഇത് ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യാൻ തുടങ്ങി, ഒരു 1 year ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇത് ഭയങ്കരമായിട്ട് എൻ്റെ ഓയിലി സ്കിന്നാണ്. ഇത് ഓയിലി സ്കിന്നിന് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതുപോലെ ഞാൻ എനിക്ക് വൈറ്റ് ഹെഡ്സ് ആണ് കൂടുതലുള്ളത്, ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ ഇല്ല.
അപ്പോൾ വൈറ്റ് ഹെഡ്സ് ഇവിടെ മൂക്കിന് ചുറ്റും ഇങ്ങനെ വൈറ്റ് ഹെഡ്സ് വരുമായിരുന്നു. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇവിടെ 2 സൈഡിലും ഓപ്പൺ പോസ് ഇല്ലേ, ഇങ്ങനെ നമ്മൾ കുഴി പോലെ വരുന്നത്, അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള നല്ല ഈ കണ്ണിന് ചുറ്റും ഇവിടെ ഈ ഒരു ഭാഗത്തല്ലേ കൂടുതലും അത് വരുന്നത്. അതൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. എനിക്കിപ്പോൾ അതില്ല, ആ ഒരു സാധനം യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ വാങ്ങിയതൊന്നും അല്ല, ഇത് കുറച്ച് നാൾ മുമ്പ് ഒരു 2-3 മാസം മുമ്പ് വാങ്ങിയതാണ്. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ക്വെഞ്ചിൻ്റെ ഒരു ലിപ് ന്യൂറിഷിങ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഒരു ലിപ് ബാം പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇത് വാങ്ങാൻ തുടങ്ങിയിട്ട് കുറേ, ഇത് എൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. ഇത് ചെറിയൊരു ബോട്ടിലാണ്, പക്ഷെ ഇത് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വിരലെടുത്ത് ഇങ്ങനെ തേക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എനിക്ക് ഭയങ്കര ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ നല്ല ലിപ്പ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയ ലിപ്പായിരുന്നു കുറേ നാൾ മുമ്പ്. ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ്. എന്താണ് റീസൺ? ജെനറ്റിക് റീസൺ ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. നമ്മൾ പണ്ടൊന്നും ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ലിപ് ബാമും ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് നാളായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴും യൂസ് ചെയ്യുന്നതിന് മുമ്പേ, എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ സ്കിൻ ഈ ലിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ലിപ്പിനൊരു ട്രീറ്റ്മെന്റ് പോലെയാണ് എനിക്കിത് തോന്നിയത്. ഇതൊരു ലിപ്സ്റ്റിക്കോ ലിപ് മാസ്കോ അല്ല, ഭയങ്കരമായിട്ട് നല്ല സോഫ്റ്റായി. അതുപോലെ കുറേ ബ്ലാക്ക് ആയിരുന്നു, ഇവിടെ ഈ ചുറ്റിലും ബ്ലാക്ക് ആയിരുന്നത്, ലിപ്പിന് ബ്ലാക്ക് ആയിരുന്നത്, ഇതൊക്കെ നല്ല രീതിയിൽ മാറി. പിന്നെ നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിന്നില്ലേ, അതൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇളകി ഇങ്ങനെ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, അതുപോലെ മോയ്സ്ചറൈസേഷൻ ക്രീം, പിന്നെ സൺസ്ക്രീന്, അതിന് മുന്നേ സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ് വാഷ്, സിറം, മോയ്സ്ചറൈസേഷൻ ക്രീം, സൺസ്ക്രീന്, പിന്നെ ഞാൻ ലിപ് മാസ്ക് എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള മേക്കപ്പ് ഞാൻ പുരികം, ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഐലൈനർ, നോർമൽ ഐലൈനർ, പിന്നെ ലിപ്സ്റ്റിക്, ഇത്രയും കാര്യങ്ങൾ. അതൊക്കെ എനിക്ക് മിനിമലായിട്ട് മാത്രമേ ഉള്ളൂ. എല്ലാം ഇതാകുമ്പോൾ ഒരെണ്ണേ ഉള്ളൂ, ഐലൈനർ ഒരെണ്ണേ ഉള്ളൂ, ലിപ്സ്റ്റിക്കാണ് കുറച്ച് അധികം ഉള്ളത്, ഒരു 3-4-5 ഉള്ളത്. അല്ലാതെ ഞാൻ ഇങ്ങനെ കുറേ വാങ്ങിച്ചു വെച്ചിട്ട് അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന അങ്ങനെയൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല ഞാൻ. എനിക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ കുറച്ച് 2-3-5 ഷെയ്ഡ് വാങ്ങി വെക്കും, അത് തന്നെ യൂസ് ചെയ്യും. അത് തീർന്നിട്ടാണ് പിന്നെ അടുത്തത് വാങ്ങുക. അല്ലാതെ അത് ഓരോ ഷെയ്ഡ് കാണുന്നതനുസരിച്ച് ഇങ്ങനെ വാങ്ങില്ല. അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ചെയ്തോട്ടെ. അപ്പം ഇതൊക്കെയാണ്. ഞാൻ ഈ ഫാഷൻ ഫീൽഡിലോ ഈ സ്കിൻ കെയർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനുള്ള എക്സ്പേർട്ടും ആളും ഒന്നും അല്ല. എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന, എനിക്ക് മറ്റുള്ള റിവ്യൂ കണ്ടിട്ടും എനിക്ക് എൻ്റെതായ സെൽഫായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ വീഡിയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.